ഓണം ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നത് ഒരു വിളവെടുപ്പിന്റെ ഉത്സവമാണെന്ന് നമ്മൾ പറയാറുണ്ട് എപ്പോഴും. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ നിറഞ്ഞിരിക്കുന്നത് ഒരു വിളവെടുപ്പ് പോലെ തന്നെയാണ്. അരിയുണ്ട്, ശർക്കരയുണ്ട്, അതോടൊപ്പം പയറുവർഗ്ഗങ്ങളെല്ലാം തന്നെയുണ്ട്. 10 ദിവസം 10 പൂക്കളിട്ടാണ് നമ്മൾ ഒരു തിരുവോണ ദിനത്തിൽ ആ ഒരു അത്തപ്പൂക്കളമൊക്കെ ഒരുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 10 ഐറ്റംസ് ഇവിടെ റെഡിയാണ്. എന്തിനാണ്? പായസം ഉണ്ടാക്കാൻ. അതെ, പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നവധാന്യ പായസം. അതെ, നവധാന്യം എന്ന് പറയുമ്പോൾ 9 ധാന്യങ്ങളാണ്. അതെ അല്ലെ? പക്ഷെ നമ്മൾ ഇതിന്റെ കൂടെ വേറെ എന്തും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കയ്യിൽ കിട്ടിയതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 10 ദിവസത്തെ ഓണമാണ്. അപ്പൊ തിരുവോണ ദിവസമാണ്. നമുക്ക് 10 ധാന്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പൊ ആരംഭിക്കാം അല്ലേ? ശരി, തുടങ്ങാം. ശരിക്കും പറഞ്ഞ ഇതൊരു എളുപ്പമുള്ള പരിപാടിയാ. അതായത് ആദ്യം വേണ്ട എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പയറുവർഗ്ഗങ്ങൾ നമുക്കറിയാം കുറച്ച് വേവാൻ കുറച്ച് താമസമായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇത് പ്രത്യേകം നമ്മൾ കുതിരാനിടണമെന്നില്ല. ഇതെല്ലാം കൂടെ ഒന്നിച്ച് കുതിരാനിടുക. 1-2 മണിക്കൂർ കുതിരാനിടുക. ആകപ്പാടെ ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. കുതിരാനിടുക അല്ലേ? എത്ര മണിക്കൂർ വേണം? 1-2 മണിക്കൂർ. നമ്മൾ നോർമലി അങ്ങനെയാണല്ലോ. കുതിരാനിടുമ്പോൾ അരി സഹിതം നമ്മൾ കുതിരാൻ ഇടുവാണ്. ഇതെല്ലാം കൂടെ കുതിർക്കാൻ വെച്ചിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ കുക്കറിൽ ഒരു 1/2 മണിക്കൂർ വിസിലിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ടാണ് നമ്മൾ നോർമലി പായസം ഉണ്ടാക്കും പോലെ ഉണ്ടാക്കുക. അപ്പോ ഇതൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. ഒരു പായസം വെക്കാൻ വേണ്ടി പോവാണ്. അതിന് മുന്നായിട്ട് ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ്? തിരുവോണമാണ്. അപ്പൊ എന്തൊക്കെയാണ് പുതിയ പുതിയ വിശേഷങ്ങൾ? ഇപ്രാവശ്യം ഓണത്തിന് എനിക്കൊരു സ്പെഷ്യൽ സംഭവമുണ്ട്. എൻ്റെ ഒരു പുതിയ ബ്രാൻഡ് ഇറങ്ങുവാണ്. നമ്മുടെ ട്രഡീഷണൽ കളക്ഷൻസ്, പിന്നെ മാല, വള എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. സെറ്റും മുണ്ടും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ബ്രാൻഡ് ഇറങ്ങുവാണ്. മിലോറ എന്നാണ് അതിന്റെ പേര്. ഓക്കെ, മിലോറ അല്ലേ? അപ്പൊ മിലോറയുടേതാണ് ഞാനിപ്പോ ഇട്ടേക്കുന്നത് അല്ലേ? ഇതെല്ലാം മിലോറയുടേതാണ്. ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞ, അനിഷ നീ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും ഇടണ്ട, ഇവിടെ കിടപ്പുണ്ട്, നല്ല സാധനങ്ങളുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, നീ അതൊക്കെ ഇട്ടിട്ട് ഷൂട്ടിന് നിൽക്ക്, നല്ലൊരു ഗംഭീര ലുക്കായിരിക്കും. ഗംഭീര ലുക്കില്ലേ? കണ്ടോ? അപ്പൊ മിലോറയെ എല്ലാവരും സമീപിക്കുക. നല്ല നല്ല കോസ്റ്റ്യൂംസ് നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ഓർണമെന്റ്സും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അതിൻ്റെ അകത്ത് ഫോൺ നമ്പർ ഉണ്ട്, വാട്സപ്പുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ ചേച്ചിയുടെ തിരുവോണ വിശേഷം അല്ലെങ്കിൽ ഓണ വിശേഷം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് എപ്പോഴും വരാറ് അല്ലെ? പക്ഷെ ഇപ്പോഴും ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമുക്ക് ഈ പായസം, ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസം തന്നെയാണ് ഇന്ന് തിരുവോണത്തിനും ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് കാഴ്ച വെക്കുന്നത്. എന്നിരുന്നാലും തിരുവോണമാണ്. അപ്പോൾ ഓണത്തിന് എന്തൊക്കെയാണ് മറ്റ് ഒരുക്കങ്ങൾ? വേറെ എന്തൊക്കെയാണ് വീട്ടിലെ ഒരുക്കങ്ങൾ അല്ലെങ്കിൽ പേഴ്സണലി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? വീട്ടിലെ ഒരുക്കങ്ങൾ നമുക്ക് എല്ലാവരും ആഘോഷിക്കും പോലെ ഓണം നമ്മുടെ വലിയൊരു സംഭവമാണല്ലോ. അപ്പൊ എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. അപ്പൊ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ സംഭവം കൂടെ ഉള്ളത് കൊണ്ട് നമ്മുടെ വകയാണ്, മിലോറയുടെ വകയാണ് എല്ലാവർക്കും ഡ്രസ്സ്. പിന്നെ ഒത്തിരി ഓഫർ ഉണ്ട്. നമ്മുടെ ഇൻസ്പയറിൽ ഒത്തിരി ഓഫർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ വരുന്നവർക്ക് കുറച്ച് ചെറിയ ചെറിയ സമ്മാനങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു സ്പെഷ്യൽ. ഇപ്പൊ ഇതിലൂടെ ആയിരിക്കും ആദ്യമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് എന്തായാലും എല്ലാവരും പായസം കുടിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്നറിയാം. നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇതിപ്പോ കുതിർത്ത് വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ ഒരു 2 hours ആയിട്ട് കുതിർത്ത് വെച്ച സാധനം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് എടുക്കാം. ഇതല്ലേ? എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കുതിരാൻ വെച്ചാൽ മതി. കുതിർക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കറിയാം, എപ്പോഴും നമ്മൾ പയറുവർഗ്ഗങ്ങളെല്ലാം നമ്മൾ കുക്കറിലിട്ടിട്ടാണ് വേവിക്കാറ്. അപ്പൊ അതുപോലെ നമ്മൾ കുക്കറിലിട്ട് നന്നായിട്ട് വേവിക്കുക. ശരി, അപ്പൊ ഇത് തന്നെ കുക്കർ എടുക്കണം അല്ലേ? കുക്കറിലിട്ടാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. കുക്കർ എന്താ ഇവിടെ റെഡിയാണ്. അപ്പൊ ഒന്ന് വേവിച്ചിട്ട് വരാം. ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം പറയാം. നമ്മളത് പറഞ്ഞിട്ടില്ല. അപ്പം ഇതിൻ്റെ അകത്ത് കുറേ പയറുവർഗ്ഗങ്ങളുണ്ട്. അതായത് ചെറുപയർ, കടലപ്പരിപ്പ്, പിന്നെ നമ്മുടെ നാടൻ പയർ, ഉഴുന്ന്, വൻപയർ, പൊടിയരി, പിന്നെ തേങ്ങ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, നുറുക്ക് ഗോതമ്പുണ്ട്, പിന്നെ കുറച്ച് തേങ്ങ നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെയുള്ള സാധനങ്ങൾ, ഏലക്ക, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇതിൻ്റെ അകത്ത് ശർക്കരയാണ് യൂസ് ചെയ്യണത്. നമുക്ക്
പഞ്ചസാരയ്ക്ക് പകരം ശർക്കര, നമ്മൾ കടല പായസമൊക്കെ ഉണ്ടാക്കും പോലെ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. ശർക്കര ലൈനിയല്ലേ? അതെ, ശർക്കര ഉരുക്കിയിട്ട് അരിച്ചെടുക്കുക. ആ ഒരു ലൈനിയാണ് നമ്മൾ ഇതിനകത്തോട്ട് യൂസ് ചെയ്യുന്നത്. സാധാരണ പായസം വെക്കും പോലെ അതേ കളറിൽ അല്ലെ, തേങ്ങാപ്പാൽ ഒഴിച്ച് എല്ലാം. പക്ഷെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതാണ്. അതെ, നോർമലി നമ്മൾ എങ്ങനെയാണ് കുറേ അരികളുണ്ടല്ലോ, നമ്മുടെ മറ്റേ മുതിര, ചവണേരി, അങ്ങനെ ഒത്തിരി അരികളുള്ള ഒരു സംഭവമുണ്ട്. ആ സെയിം പോലെ തന്നെയാണ് ഈ പായസവും വെക്കേണ്ടത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിലിപ്പോ ആഡ് ചെയ്തേക്കുന്ന സാധനങ്ങൾ ഇത് നമ്മൾ സ്ഥിരം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ മുതിര അല്ലെങ്കിൽ ചവണയരി അല്ലെ, ചവണയരി ഇങ്ങനെയെന്നുള്ളതൊന്നും നമ്മൾ ഡെയിലി കാണാറോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നതോ ആയിട്ടുള്ള സാധനങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇതായിരിക്കും കുറച്ചുകൂടി ഈസി എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള കുറേ അരികളുണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് ഇതേ മെത്തേഡിൽ തന്നെ പായസം വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊരു പുതിയൊരു ടിപ്പും കൂടെ കിട്ടിയല്ലോ. ഇതിൽ നമുക്കിനി വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. ഒരു അരമണിക്കൂർ എന്തായാലും നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പൊ അനീഷ ആ വെള്ളം അങ്ങ് എടുത്തോ. ഇതിപ്പോ 1 ലിറ്റർ വെള്ളം വരുമോ? എങ്ങനെയാണ് വെള്ളത്തിന്റെ അളവ്? ഇതിന്റെ മുകളിലോട്ട് നിൽക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇതിനെന്തായാലും വേവുണ്ട്. ശരി. അപ്പോൾ കുക്കറിനകത്താക്കിയിട്ടുള്ള എല്ലാ ധാന്യങ്ങളും ഒന്ന് വേവട്ടെ. ഒരു ½ an hour നമുക്ക് കുക്കറിന്റെ വിസിലൊക്കെ കേട്ട് നല്ല സെറ്റ് ആയിട്ട് വെന്ത് വരണം. നന്നായിട്ട് വേവണം അല്ലേ? ഓക്കെ, അതിന് ശേഷം കാക്കാം. അപ്പൊ ആയോ ചേച്ചി, നമ്മുടെ കുക്കർ റെഡിയായി അല്ലേ? അരമണിക്കൂർ ആയിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ട്. നല്ല വെന്തല്ലേ? നല്ല വെന്തൊരു പരുവായി ഉണ്ടോ? നല്ല വെന്ത്. അപ്പൊ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഈ ഒരു ലുക്കില് കിട്ടണം നമ്മുടെ ധാന്യങ്ങളെല്ലാം. നമ്മൾ ആദ്യമേ ഇങ്ങനെ കുതിര ഇട്ടത് കൊണ്ടാണ്. ഇനി നമുക്ക് നോർമലി പായസം ഉണ്ടാക്കും പോലെ നെയ്യൊക്കെ ഒഴിച്ച് ശർക്കരയൊക്കെ ഇട്ട് നമ്മൾ ശർക്കര പാനി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതങ്ങോട്ട് മാറ്റിയിട്ട് അടുത്ത പ്ലേറ്റ് തരാം. ഇനി എന്തൊക്കെ വേണം എന്നുള്ളത് പറഞ്ഞാൽ മതി. അത്യാവശ്യം കുറച്ച് നല്ല രീതിയിൽ നെയ്യ് വേണം, അല്ലെങ്കിൽ അടി പിടിക്കും അല്ലേ? അടി പിടിക്കും. അതുമല്ല നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ചിട്ട് നെയ്യാണല്ലോ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് വേണം. നെയ്യ്ക്ക് ക്ഷാമമൊന്നും ഇല്ലല്ലോ. നെയ്യ് ഒന്ന് ചൂടായി കിട്ടണം. ചൂടായി കിട്ടിയിട്ട് വേണം നമുക്ക് ഈ ഒരു ധാന്യം വേവിച്ച് വെച്ചേക്കുന്നത് അതിലോട്ട് ഒഴിക്കാനായിട്ട്. നെയ്യ് ഒന്ന് ചൂടായി അപ്പോൾ നമ്മുടെ പായസം ദാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതായിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്ക്കകത്ത് നമ്മുടെ ധാന്യങ്ങളെല്ലാം കൂടി വേവിച്ച് വെച്ചത് അല്ലേ? പയറുണ്ടായിരുന്നു, അതുപോലെ കടല പരിപ്പുണ്ടായിരുന്നു, പിന്നെ വലിയ വൻപയർ ഉണ്ടായിരുന്നു, നുറുക്ക് ഗോതമ്പുണ്ട്, പൊടിയരി അങ്ങനെ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 ധാന്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ തിരുവോണത്തിനുള്ള പായസം തയ്യാറാക്കുന്നത്. നെയ്യപ്പം അതിന്റെ കൂടെ അലിഞ്ഞു ചേരണം അല്ലേ? ശരി. എന്നിട്ട് നമുക്കിനി ശർക്കര പാനി ഒഴിക്കും. ഞാൻ ശർക്കര പാനി എടുക്കുകയാണ്. ശർക്കര പാനി ശരിക്കും പറഞ്ഞാൽ ഓപ്ഷണലാണ്. അതായത് ഇഷ്ടമുള്ളത് പോലെ, അതായത് മധുരം കൂടുതൽ വേണമെങ്കിൽ മധുരം കൂടുതലാക്കാം. എന്നിട്ട് തീ കുറച്ച് കൂട്ടി വെച്ച് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റണം. ഓക്കെ, അപ്പൊ ഇത് അതിന്റെ ഒരു പരുവായിട്ടുണ്ട് അല്ലേ? നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഒരു കളർ. ഈ ഒരു കളറിൽ എത്തുമ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച ആ ശർക്കര പാനി ഉണ്ടല്ലോ, അതൊന്ന് കുറുകി വരണം. കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി രണ്ടാം പാല് നമുക്ക് എടുക്കാം. ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. രണ്ടാം പാല് നമ്മള് എത്ര തേങ്ങ വേണം ചേച്ചി? ഒരു തേങ്ങ എടുത്തിട്ടുള്ളൂ. ഒരു തേങ്ങ മതി. ഞാൻ രണ്ടാം പാല് ഒഴിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ശർക്കരയിൽ നിന്ന് കുറച്ച് വെള്ളം ഊറി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പാല് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഒന്നാം പാല് നമ്മൾ എത്ര ഒഴിച്ചിരുന്നാൽ നല്ല ടേസ്റ്റാണ്.
എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരണം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ആണ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് ജീരകം, പൊടിച്ച ജീരകം ഉണ്ടെങ്കിൽ പൊടിച്ച ജീരകം, ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ ജീരകം, കുറച്ച് ജീരകം, ഒരു നുള്ളുപ്പ്, കുറച്ചേ ഉള്ളൂ, നുള്ളുപ്പ്, ചുക്കുപൊടി. അപ്പൊ കുറച്ച് പഞ്ചസാര, കുറച്ച് ചുക്ക്, പിന്നെ കുറച്ച് ജീരകവും കൂടിയാണ് നമ്മളിപ്പോ പായസത്തിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പൊതുവെ നമ്മൾ പായസത്തിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യും അല്ലെ? ഉപ്പും എല്ലാത്തിലും വേണമല്ലോ. അതെ. ഇനി ഏലക്ക, ഏലക്ക പൊടിച്ചത് അല്ലേ? ഏലക്ക പൊടിച്ചത്. ഒരു മണം കിട്ടുന്നുണ്ട് കേട്ടോ, നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഒന്നാം പാൽ. ഇനി നമുക്ക് ഒന്നാം പാൽ, ഇത് ഓൾമോസ്റ്റ് കുറച്ചൊന്ന് തിളച്ച് വരുമ്പോൾ, ആ തിള വരുമ്പോഴത്തേക്കും ഒന്നാം പാൽ ഒഴിക്കാൻ പോവുകയാണ്. ഒന്നാം പാൽ നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ്. പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അലങ്കരിക്കാം അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് ഉണക്ക തേങ്ങ ഇവിടെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണക്കമുന്തിരി, പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അല്ലേ? ഇതെല്ലാം നമുക്ക് ആവശ്യം എന്താണോ നമുക്ക് ഇടാൻ ഇഷ്ടം അതിനനുസരിച്ച് ഇടാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി വേണമെന്നുണ്ടെങ്കിൽ വറുത്തിടാം. എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ. ഓക്കെ, അപ്പൊ ഞാൻ ഇതില് വറുത്തിടാനുള്ള സംഭവം റെഡിയാക്കട്ടെ. ചെയ്തോ. ഞാൻ ആദ്യമേ ഇതിൻ്റെ അകത്ത് നെയ്യ് ഒഴിച്ചതിന്റെ റീസൺ ഇപ്പൊ കണ്ടോ? അതായത് ഒട്ടും ഇപ്പൊ നെയ്യ് കാണുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് നെയ്യ് ഇടുകയാണ് നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഫുള്ളായിട്ടുണ്ട്. കൂടെ തന്നെ എങ്ങനെ ഇതും കൂടി ഇടണോ? ഇല്ല, അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇത് പെട്ടെന്നാവുന്ന സാധനമല്ലേ? ഒന്ന് മൂത്ത് വരും. നമ്മള് തിരുവോണത്തിനൊക്കെ പായസം വെക്കുക എന്നൊക്കെ പറയുന്നത് കാരണം എല്ലാം രാവിലെ അമ്മമാരായിരുന്നാലും ചേച്ചിമാരായിരുന്നാലും സ്ത്രീകളുടെ ഏറ്റവും വലിയ, സ്ത്രീകൾ മാത്രമല്ല ഇപ്പൊ പുരുഷന്മാരായിരുന്നാലും ഏറ്റവും കൂടുതൽ രാവിലെ തന്നെ അവര് ചെയ്യും അല്ലെ? രാവിലെ എണീച്ച് സദ്യക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് നമ്മൾ പായസത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ പായസം എന്ന് പറയുന്ന ഈ സമയത്ത് എല്ലാവരും ഇപ്പോൾ വെച്ചോണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് പായസം എന്നുള്ള രീതിയിൽ ഇത് ചെയ്തു നോക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ. സദ്യക്ക് എന്തായാലും പയറ്, പരിപ്പ്, ഈ സാധനങ്ങളെല്ലാം വാങ്ങാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടൊരു പായസം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒന്നാമത്തെ കാര്യം പ്രോട്ടീൻ റിച്ച് ആണ്. പ്രോട്ടീൻ റിച്ച് ആണ്. അതെ, എല്ലാ ധാന്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. ഓണത്തിന് നമ്മൾ കഴിക്കുന്ന സദ്യ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രോട്ടീൻ ആണ് അല്ലേ? അതിലെ എല്ലാ ഇലക്കറികളും വരുന്നുണ്ട്. അതുപോലെ തന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള അല്ലേ ഒരു സദ്യയാണ് നമ്മൾ എപ്പോഴും കഴിക്കാറ്. അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ പായസം എല്ലാം ഉണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നില്ലേ, അതാണ് നമ്മുടെ സദ്യ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഉത്സവമാണല്ലോ നമ്മുടെ തിരുവോണം എന്ന് പറയുന്നത്. ഈ തിരുവോണ നാളിൽ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് മാവേലി മന്നനും വരുന്നത് അല്ലേ? നമ്മുടെ ആരോഗ്യം എങ്ങനെയുണ്ട്, നമ്മളെങ്ങനെ നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ, ഐശ്വര്യമുണ്ടോ എന്നൊക്കെ അറിയാനാണല്ലോ മാവേലി മന്നൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഐശ്വര്യത്തിൽ തന്നെ നമ്മുടെ പായസവും ദാ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതൊന്ന് അങ്ങോട്ടിടട്ടെ. ഇതിപ്പോൾ ഓൾറെഡി ആയി. റെഡിയായോ നമ്മുടെ പായസം? എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അനീഷയ്ക്ക് കഴിക്കാനുള്ള ബൗളും കൂടെ വേണം ഇനി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. എനിക്ക് കഴിക്കാനുള്ള ബൗൾ എടുക്കുക എന്നുള്ളതാണ്. ഞാനപ്പോൾ ബൗൾ എടുത്ത് റെഡിയായി. ഒന്ന് തിളയ്ക്കാൻ വിടാം. ഒന്ന് വെക്കാം.
എനിക്കുള്ള പായസം എന്താ കിട്ടിയിരുന്നുണ്ട്, ഇവിടെ എടുത്തോണ്ടിരിക്കുക. തേങ്ങയൊക്കെ ഇടണം, എന്നാലും അതൊന്ന് കടിക്കാനൊക്കെ കിട്ടുള്ളൂ. ചൂടുണ്ട്. ഓക്കെ. ഓ നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ ഇതിന്റെ മേളിൽ വെച്ച് എന്തായാലും ഞാൻ കുടിക്കാൻ പോവുകയാണ്. പക്ഷെ നല്ല ചൂടുണ്ട്. എന്നാലും കൊതി കാരണം കഴിച്ചേ പറ്റും. ഒന്ന് നോക്കാം, എന്നിട്ട് ഞാൻ പറയാം. എല്ലാവരും എന്നിട്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. തിരുവോണത്തിന് മാത്രമല്ല, സ്പെഷ്യൽ ഡേയ്സിൽ അല്ലേ, തീർച്ചയായും ഉണ്ടാക്കി നോക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു പായസമാണ്. ഞാനപ്പോൾ കുടിക്കാൻ പോവുകയാണ്. സൂപ്പർ സൂപ്പർ. എന്താണെന്നറിയോ, നമ്മുടെ ഈ കടല പായസം ഒക്കെ കഴിക്കില്ലേ, അതിന്റെ ടേസ്റ്റ് ഒക്കെ അതാണ്. പക്ഷേ നമുക്ക് ഈ കടിക്കാൻ കിട്ടും അതിന്റെ അകത്ത് തേങ്ങ, പയറ്. കാരണം നമ്മൾ ഒരുപാട് അങ്ങനെ ഉടച്ച് അങ്ങനെ ഭയങ്കര സംഭവം, കുറച്ചൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ ഉടയ്ക്കാതെയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ നമ്മൾ സാധനങ്ങൾ അതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അതെല്ലാം ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. സത്യം പറയാതിരിക്കാൻ വയ്യ. കുറച്ച് പഴവും പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ അതെ, എന്താ പറയാ, നല്ല മധുരമുണ്ട്. പിന്നെ മധുരം നമുക്ക് ആവശ്യത്തിന് ചേർക്കാം അല്ലേ. അതായത് ഇപ്പം മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ഡേയ്സ് വേണമെങ്കിൽ ചേർക്കാം. മധുരത്തിന് അത്യാവശ്യം ഡേയ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ച് ചേർക്കാം. കുതിരാൻ വെച്ചിട്ട് ഇതിന്റെ കൂടെ തന്നെ അരച്ച് ചേർക്കാം. ഓക്കെ. അപ്പൊ ഞാനിത് തിരുവോണം ആയതുകൊണ്ട് തന്നെ മൊത്തം കുടിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തിരുവോണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, കളികളിലായിരിക്കും അല്ലെ. ഒരു സദ്യയൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഉറക്കത്തിലേക്കൊക്കെ പോകാനായിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും. എന്തായാലും തിരുവോണം നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ അനീഷ പായസമൊക്കെ കുടിച്ചു, നല്ല മധുരമായിട്ടുള്ള സംഭവങ്ങളെല്ലാം ആയി. അതെ, എന്റെ വക, അതായത് മിലോറയുടെ വക, അനീഷയ്ക്ക് ഒരു ഓണക്കോടി. താങ്ക് യു സോ മച്ച്. അനീഷയ്ക്കും അനീഷയുടെ ഫാമിലിക്ക്. ഓക്കെ, താങ്ക് യു മിലോറ. മിലോറ എന്താണ് അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്? അതായത് ട്രെൻഡിങ്, ഫാഷൻ, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. അപ്പോ ഇതിലിപ്പോ നമ്മൾ ഓണം ആയതുകൊണ്ട് മാത്രമാണ് ഇതില് ഓണ കളക്ഷൻസ്. അതായത് സെറ്റ് മുണ്ടുണ്ട്, ജെന്റ്സിന്റെ മുണ്ടുണ്ട്, അങ്ങനെ പിന്നെ നിറയെ ഓർണമെന്റ്സ് ഉണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് നമ്മൾ ശരിക്കും അപ്ഡേഷൻ ഉണ്ട്. അതായത് അപ്പോഴുള്ള ഫാഷൻ അപ്പോഴും തന്നെ മിലോറയിൽ കൊണ്ടുവരും. ഓക്കെ. അപ്പോൾ താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓണത്തിന് എനിക്ക് ഓണക്കോടിയും കിട്ടി. അപ്പോൾ നമ്മൾ അത് മാത്രമല്ല, ഇവിടെ എല്ലാ ഫാഷനബിൾ ആയിട്ട് നമുക്ക് നേരത്തെ അറിയാം, എല്ലാത്തിലും നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇൻസ്പയർ ബ്രൈഡൽ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ബ്രൈഡ്സിനും ഗ്രൂംസിനും ഒക്കെ വേണ്ടി വന്നിട്ട് അല്ലെ സ്റ്റൈലാകാൻ പറ്റുന്ന ഒരു ഇടം തന്നെയാണ്. യൂണിസെക്സ് സലൂൺ ആണ്. അപ്പോൾ അങ്ങനെയും വരിക. സോ ഇപ്പൊ ഒരു ബ്രാൻഡും സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് അത്യാവശ്യ കളക്ഷൻസ് ഇപ്പൊ ഓണത്തിനുള്ള കളക്ഷൻസ് എല്ലാം ഇൻസ്പയറിലുണ്ട്. ഇൻസ്പയറിൽ വന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഒരു ഇന്റർനാഷണൽ ബിസിനസ് വുമനായി മാറട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. തിരുവോണ നാളിൽ നമ്മൾ ആരെങ്കിലും ഒരു ആശംസ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ബിസിനസ് വുമനായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇപ്പൊ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.